കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. വിജയന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടിയും അസ്ഥിയും കണ്ടെത്തിയത് വീടിന്റെ തറ പൊളിച്ച് നടത്തിയ പരിശോധനയിൽ. നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താനായില്ല. തെരച്ചിൽ നാളെയും തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. 15-ന് പാലക്കാടും 17-ന് പത്തനംതിട്ടയിലും പ്രചരണത്തിനിറങ്ങും. KC വേണുഗോപാലിന്റെയും ഷാഫി പറമ്പിലിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ പ്രചാരണ ഏജൻസി LDF കൺവീനർ എന്ന് വേണുഗോപാൽ. മൂവാറ്റുപുഴ ഇലാഹിയ കോളേജിൽ പട്ടികജാതി വിദ്യാർത്ഥി ക്രൂര റാഗിങ്ങിന് ഇരയായെന്ന് പരാതി. ക്രൂരപീഡനത്തിന് ഇരയായത് 3 മാസ DDUG വിദ്യാർത്ഥി വിശാൽ. ഹോസ്റ്റലിൽ വെച്ച് വിവസ്ത്രനാക്കി മർദ്ദിച്ചു. ബാത്റൂമിൽ വീഡിയോസ് എടുക്കും. 2 പ്രാവശ്യം വീഡിയോ എടുത്ത് എന്നിട്ട് അതിൽ സ്റ്റോറി ഇടുമെന്ന് പറഞ്ഞവര് എന്നെ തള്ളിയൊക്കെ ചെയ്തില്ലേ. തല വന്നിടിച്ച് എന്റെ മതിലിൽ ഇടിപ്പിച്ച് എന്റെ തല മറ്റേ ഷഡ്ഡി അതൊക്കെ ഉരിപ്പിച്ച് എന്നിട്ട് അത് വീഡിയോ ഇടാൻ നിന്നു. പ്രിൻസിപ്പാളിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആരോപണം. കേരള സർവകലാശാല കലോത്സവത്തിനിടെ SFI KSU സംഘർഷം. SFI പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് KSU. പ്രധാന വേദിയിൽ ഏറ്റുമുട്ടിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. മത്സരങ്ങൾ അട്ടിമറിക്കാൻ ശ്രമമെന്ന പരാതിയുമായി മാർ ഇവാനിയോസ് കോളേജ്. വന്യമൃഗശല്യം തടയാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കേരളവും കർണാടകവും. മനുഷ്യ വന്യമൃഗ സംഘർഷ മേഖല അടയാളപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണ. ഇരു സംസ്ഥാനങ്ങളും കരാറിൽ ഒപ്പുവെച്ചു. അതിരപ്പിള്ളിയിൽ സ്വകാര്യ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ചയുണ്ടായെന്ന വിലയിരുത്തൽ. ടൂറിസം ഡയറക്ടർ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ്. എന്ത് സുരക്ഷയാണ് പാലത്തിന് ഉണ്ടായിരുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്.